ഒരു പൈപ്പ്, രണ്ട് കാരണങ്ങൾ. ഈ ഒരു ചെറിയൊരു പൈപ്പ് കാരണമാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഓവർ ഹീറ്റാണ്, വണ്ടി ഓവറായിട്ട് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, മോട്ടറിൽ പോകുമ്പോൾ വണ്ടി ലിംബമാണ്, വണ്ടി നിന്ന് പോണ്. ഇങ്ങനെ രണ്ട് കാരണം കൊണ്ടാണ് വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഒരു ബെൻഡ് പൈപ്പ്. എക്സോസ്റ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് പൊക്കക്കുഴലിൻ്റെ അവിടെ നിന്ന് എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പൈപ്പാണ്. ഈ പൈപ്പ് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സോസ്റ്റിൽ പറഞ്ഞ ഈ പുക ഇവിടെ വരുന്ന സെൻസർ സെൻസ് ചെയ്യും എത്രത്തോളം വരുന്നുണ്ടെന്ന്. അത് ആ സെൻസർ ടെമ്പറേച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ടാണ് വണ്ടിക്ക് റീജനറേഷൻ, അതായത് എക്സോസ്റ്റിൽ പുക കെട്ടി നിൽക്കുമ്പോൾ ഈ പുക റീജനറേഷൻ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ടെമ്പറേച്ചർ കയറ്റി വിട്ട് ആ എക്സോസ്റ്റിൽ കിടക്കുന്ന പുക കത്തിച്ച് കളയും മോട്ടോർ വേയിൽ കൂടെ. അതാണ് റീജനറേഷൻ. അപ്പോൾ ആ സാധനം റീജനറേഷൻ നടക്കത്തില്ല. അപ്പോൾ എക്സോസ്റ്റ് ബ്ലോക്ക് ആവും. എക്സോസ്റ്റ് മാനിഫോൾഡല്ല, ഈ ഡി പി എഫ് ബ്ലോക്ക് ആവും. DPF എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റിൽ നിന്ന് പോകണ ഒരു ഇത്രയുള്ള ഒരു പുകക്കൊള്ളിലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണത്. 2000 പൗണ്ടുള്ള വില വരുന്ന സാധനമാണ്. ഇത് മാറ്റേണ്ട കാര്യമില്ല, റീജനറേഷൻ ചെയ്ത്, അതായത് വണ്ടി തന്നെ തനിയെ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ഇത് കരിഞ്ഞ് എല്ലാം അങ്ങ് മോട്ടറിൽ കൂടെ അങ്ങ് പോകും, നല്ല കരിഞ്ഞങ്ങ് പോകും. പക്ഷെ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റിൽ നിന്ന് പുക എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ സെൻസർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പൈപ്പ് ലൈൻ കണ്ട ചെറിയ മൈന്യൂട്ടായിട്ട് നമ്മളെ ഹാർട്ട് അറ്റാക്ക് പറഞ്ഞ പോലെ സാധനമാണ്. ഈ മൈന്യൂട്ടായിട്ട് ഒരു പൈപ്പാണ് ഇത്. കാലക്രമേണ ഇവിടെ ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആകുമ്പോൾ എക്സോസ്റ്റിൽ ഈ സെൻസറിന് മനസ്സിലാവില്ല ഇതുവഴി പുക വരുന്നില്ല. അതിന്റെ അർത്ഥം പറഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നില്ല, അല്ലെങ്കിൽ വണ്ടി ആ റീജനറേഷൻ ആവണേന്റെ ഒരു സ്പീഡ് ആവണില്ല. അപ്പോൾ വണ്ടി ഒന്നും ചെയ്യുന്നില്ല. വണ്ടിക്ക് നമ്മൾ എത്രത്തോളം സ്പീഡ് ഓടിക്കഴിഞ്ഞാലും റീജനറേഷൻ നടക്കത്തില്ല. റീജനറേഷൻ നടക്കാന്ന് പറഞ്ഞാൽ ഈ സെൻസർ പറയാം റീജനറേഷൻ നടത്തണമെന്ന്, നടക്കാനില്ല. അപ്പോൾ വണ്ടി എന്ത് ചെയ്യും, പുകക്കുഴല് ഈ DPF കയറി ബ്ലോക്ക് ആവും. DPF ബ്ലോക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ഈ പുക പുറത്തോട്ട് പോകത്തുമില്ല, വണ്ടി പുള്ളി ചെയ്യത്തില്ല, മുമ്പോട്ട് പോകത്തുമില്ല. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് EGR കൂളർ. ഇതാണ് EGRന്റെ കൂളർ. അതായത് എക്സോസ്റ്റിൽ നിന്ന് പറഞ്ഞ ഈ പുകക്കുഴല് ഇതുവഴി കടന്ന് ആണ് നമുക്ക് തിരിച്ച് റിട്ടേൺ പൊയ്ക്കണം. EGR, ഈ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേറ്റർ. അപ്പോൾ ഇതിനകം ബ്ലോക്ക് ആവും. ഇതിനകത്ത് ബ്ലോക്ക് ആയിട്ട് EGRനെ ഫ്ലോ ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞ കോഡ് ത്രോ ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി വീണ്ടും ലിം മോഡിലോട്ട് പോകും. ഇതാണ് ഈ സംഭവം. ഇതിന്റെ അകത്ത് കണ്ട ഫുള്ള് ബ്ലോക്ക് ആയിപ്പോയി, ഒന്ന് കാണാൻ പറ്റുമോ? ഫുള്ള് ബ്ലോക്ക് ആയിപ്പോയി. ഇതിനകത്ത് ഈ എക്സോസ്റ്റിന്റെ ഗ്യാസിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട വാട്ടർ കൂളിംഗ് ആണ്. വെള്ളം ഇതുവഴി കടത്തി വിട്ടിട്ടുണ്ട്. വേണ്ട ചൂട് കാറ്റ് ഇതുവഴി കയറിപ്പോവും. ഇതുവഴി ചൂട് കാറ്റ് കയറി പോവുകയും ചെയ്യും. ഇതുവഴി എക്സോസ്റ്റിന്റെ ഗ്യാസ് കൂളന്റ് ഇതുവഴി കടന്നു പോവുകയും ചെയ്യും. കാലക്രമേണ ഇതിനകത്ത് തുരുമ്പ് പിന്നെ ബ്ലോക്കും എല്ലാം കടന്ന് ഈ ചേമ്പർ രണ്ടും ഒന്ന് മിക്സ് ആയിപ്പോവും. എക്സോസ്റ്റ് ഗ്യാസും കൂളന്റും കൂടെ മിക്സ് ആയിട്ട് ഇതിനകത്തുള്ള ചൂട് ഇതിനകത്തോട്ട് കയറുകയും അല്ലെങ്കിൽ തിരിച്ച് മിക്സായി കയറുകയും ചെയ്ത് ഓവർ ഹീറ്റായി സംഭവിച്ച് വണ്ടിക്ക് അങ്ങനെ രണ്ട് കാരണങ്ങളാണ്. ഓവർ ഹീറ്റ് സംഭവിച്ച് പിന്നെ റീജനറേഷൻ നടക്കാനില്ല. അങ്ങനെ വണ്ടിക്ക് വലിയ പെർഫോമൻസോ ഒന്നുമില്ല. ഈ ഒരു സാധനം അത് മസ്തയ്ക്ക് അല്ല എല്ലാ വണ്ടിക്കും ഉണ്ട്. മസ്തയ്ക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറഞ്ഞ സാധനമാണ് ഈ ഒരു പൈപ്പ്. പക്ഷെ ഈ പൈപ്പ് ഇളക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ, ഒരൊറ്റ ബോൾട്ടും ഇവിടെ ഒരു ബോൾട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എക്സസ് കിട്ടണമെങ്കിൽ നമുക്കിതാ ഇവിടുത്തെ ഉള്ള ടർബോയും DPF എല്ലാം ഇളക്കി മാറ്റിയാലേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ എല്ലാം ഇളക്കി വെച്ചിട്ട് ഞാൻ തിരിച്ച് ജസ്റ്റ് ഫിറ്റ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സംഭവം.